أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 102-ാമത്തെ വചനമാണ് ഏറെ പേർക്കും മനഃപ്പാടമുള്ള, പൊതുവിൽ വെള്ളിയാഴ്ചകളിലൊക്കെ കേൾക്കുന്നൊരായത്താണ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് റബ്ബ് പറഞ്ഞത്, നിങ്ങൾ എങ്ങനെയാണോ അള്ളാഹുവിനോട് ഭക്തി കാണിക്കേണ്ടത് അങ്ങനെ ഭക്തി കാണിക്കുക. ആയത്ത് അവസാനിപ്പിക്കുന്നത് വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്നാണ്. ഇപ്പം മുസ്ലിമായി ജനിച്ച് വീണ മനുഷ്യരൊക്കെ മരിക്കുന്നത് മുസ്ലിമായിക്കൊള്ളണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ മുസ്ലിമായി ജനിച്ചവരൊക്കെ മുസ്ലിമായി മരിക്കുകയാണെങ്കിൽ പിന്നെ ആ പ്രാർത്ഥനയിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. മുസ്ലിമായി ജീവിച്ച ആളുകളൊക്കെ മുസ്ലിമായിട്ടാണ് മരിക്കുക. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഫറോവയുടെ ചരിത്രം പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, ഹത്തായിദ അദ്റക്കഹുൽ മൗത്തു ഹത്തായിദ അദ്റക്കഹുൽ അറഖു, അദ്ദേഹത്തിന് മുങ്ങി മരണം സംഭവിച്ചപ്പോൾ വെള്ളത്തിൽ മൂസാ നബിയെയും അനുയായികളെയും പിന്തുടരാൻ വേണ്ടി പിന്തുടർന്ന് വെള്ളത്തിൽ അദ്ദേഹം മുങ്ങി മരണം സംഭവിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമനത്ത് ബിഹി ബനു ഇസ്രായേൽ. ഇസ്രായേല്യർ വിശ്വസിച്ചത് ആരെക്കൊണ്ടാണോ ആ ആളെക്കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. എന്നിട്ട് ഫിറോ ഇങ്ങനെ കൂടി പറഞ്ഞു, വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്. മൂസാ നബി പ്രതിദാനം ചെയ്ത് കൊണ്ടുവന്ന ഇസ്ലാമിലും ആ അള്ളാഹുവിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫിറോൻ പറഞ്ഞപ്പോൾ അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യം ഖുർആൻ പറയുന്നുണ്ട്. അപ്പം ആ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് ഫിറോൻ പറഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹ് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പം അയാൾ എന്തേ പറഞ്ഞത് നമുക്കറിയില്ലല്ലോ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ആ അൽ ആൻ, ഇപ്പോഴാണോ ഇതുവരെ മൂസാ നബിയുടെ വിഷയത്തിൽ തടസ്സമുന്നയിക്കുകയും അദ്ദേഹത്തെ നാട്ടിപ്പായിപ്പിക്കാൻ കാരണമായി തിരിയൊക്കെ ചെയ്തിട്ട് ഇപ്പോഴാണോ നീ വിശ്വാസിയാകുന്നത്? വകുന്ത മിനൽ മുഫ്സിദീൻ, നീ കുഴപ്പക്കാരുടെ കൂട്ടത്തിലാണ്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഹുനൈൻ യുദ്ധ സമയത്ത് ഒരു വ്യക്തി മുസ്ലിങ്ങളെ ഭാഗത്ത് നന്നായി പോരാടി ശത്രുക്കളെ വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. കാത്തല റജുലു കിതാലൻ ഷദീദൻ, അതിശക്തമായ മുന്നേറ്റാണ് മുസ്ലിങ്ങൾക്ക് അയാൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പം ആളുകളൊക്കെ അതിശയോക്തിയോടുകൂടി പറഞ്ഞു, ഹാദാ യോമു ഫുലാൻ, ഓ ഇന്ന് ഓൻ്റെ ദിവസാട്ടോ, എന്താണോ കാഴ്ചവെക്കുന്ന ഒരു വിജയ പാഴ്ത. അങ്ങനെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു മിൻ അഹ്ലിൻ നാരി, അവൻ നരകത്തിലേക്കാണ് കേട്ടോ എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൻ്റെ ഭാഗത്തുനിന്ന് മുസ്ലിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളെ തുരുതുരാ യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു ഭടനെക്കുറിച്ചാണ് റസൂലുള്ളാഹി പറയുന്നത്, അവൻ നരകത്തിലേക്കാണ് എന്ന്. അപ്പോൾ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആ സംഭവം പറയുന്ന ആളുകൾക്കൊക്കെ ഏറെ ജിജ്ഞാസ ഉണ്ടാക്കുമല്ലോ ആ സംഗതി. അവസാനം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ഫഅസാബത്തുഹു ജിറാഹത്ത്, അങ്ങോട്ട് വെട്ടുമ്പോൾ ഇങ്ങോട്ടും വെട്ട് കിട്ടുമല്ലോ, അത് സ്വാഭാവികമാണല്ലോ. അദ്ദേഹത്തിനൊരു മുറിവേറ്റപ്പോൾ ആ മുറിവ് സഹിക്കാൻ കഴിയാതെ
വാള് നിലത്ത് വെച്ച് അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം വയറിലേക്കാണ്ട് അമർത്തി കടന്ന് അയാൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് അക്ഷരം പ്രതി പുലർന്നത് സഹാബത്ത് നോക്കിക്കാണുകയാണ്. സ്വാഭാവികമായിട്ടും മുസ്ലിം പാളയത്തിലൊരു വിഷമം ഉണ്ടാവുമല്ലോ. കാരണം ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത് പെട്ടെന്ന് ആത്മഹത്യ ചെയ്ത് മുസ്ലിം അല്ലാതെ ഒരാൾ മരിച്ചു പോകുമ്പോൾ കേൾക്കുന്നൊരു സംഗതി ശുഭകരമായൊരു വാർത്തയല്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാൽ ഇങ്ങനെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക ആളുകൾക്കിടയിൽ. എന്താ വിളിച്ചു പറയേണ്ടത്? ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിനുൻ. യുദ്ധം ചെയ്തു, ധീര ചരിത്രം അയാളെക്കുറിച്ച് പിൽക്കാലത്ത് ആളുകൾ പറയും, വലിയ ദാനധർമ്മം ചെയ്തു, ഇതുകൊണ്ടൊന്നും സ്വർഗത്ത് പോവില്ലട്ടോ. ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിനുൻ. വിശ്വാസിയാണെങ്കിലേ സ്വർഗത്തിൽ പോകും. ഒരാവേശത്തള്ളിച്ചേൽ മുസ്ലിങ്ങളെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്ത് മുന്നേറിയതുകൊണ്ട് ആൾ സ്വർഗത്ത് പോവില്ല. രണ്ടാമതൊന്നുകൂടി പറഞ്ഞു, വ ഇൻ അന്നല്ലാഹ യുഅയ്യിദു ഹാദ ദീന ബിർറജുലിൽ ഫാജിർ. തമ്മാടിയായ മനുഷ്യനെ കൊണ്ടും ഇസ്ലാമിനെ ചിലപ്പോൾ ശക്തിപ്പെടുത്തും അല്ലാഹു തആല. വിശ്വാസിയല്ലാത്ത ആളുകളെ കൊണ്ടും ചിലപ്പോൾ മുസ്ലിമിനും ഇസ്ലാമിനും ശക്തിയും സൗകര്യവും കിട്ടും ഇത്തരം മനുഷ്യന്മാരെ കൊണ്ട് എന്നല്ലാതെ ഇവർക്ക് സ്വർഗമുണ്ട്, അവർ വിശ്വാസികളാണ് എന്ന് പറയാൻ പറ്റില്ല എന്ന് സൂചിപ്പിച്ചു. ഇപ്പം നമ്മളിത് ഓർക്കാനുള്ള കാരണം, ഈ പോയ വാരത്തിൽ ഒരു ഉസ്താദിൻ്റെ ജഡം പുഴയിൽ നിന്ന് കിട്ടിയതുമാണ് സോഷ്യൽ മീഡിയയിലെ വാർത്തകളൊക്കെ. 2018 6 ലക്ഷം രൂപ ലോണെടുത്ത ഒരു ഉസ്താദ് കൃത്യമായി 2026 വരെ ലോൺ അടച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നോക്കുമ്പോൾ അത് 6.5 ലക്ഷം വീണ്ടും അവിടെ ക്രെഡിറ്റിലുണ്ട്. അടച്ചതൊക്കെ പലിശയിലേക്കേ പോയിട്ടുള്ളൂ. അദ്ദേഹം പുഴയിൽ ചാടി മരിച്ചു എന്ന് നമ്മൾ പറയില്ല, കാരണം നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ശരീരം കിട്ടിയത് പുഴയിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ടാണ് ധാർമ്മിക വെളിച്ചത്തിന് കാവൽ നിൽക്കുകയും ആ അക്ഷര വെളിച്ചം പകർന്നു കൊടുക്കുകയും ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലക്ക് റസൂലുള്ള അല്ലെങ്കിൽ ഇസ്ലാം വിരോധിച്ച ഒരു മരണത്തിലേക്ക് ചെന്ന് ചാടിയിട്ടുണ്ട് എങ്കിൽ അത് വല്ലാത്ത ഒരു ദുരിതപർവം തന്നെയാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, അത് നമുക്കുള്ളൊരു പാടെന്താണ്? ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത വരവിൽ കവിഞ്ഞ ചെലവുള്ളൊരു കാലമാണ്. വരവനുസരിച്ചല്ല ഇപ്പം ജീവിക്കുക. ചെലവ് അതിന് മാത്രം അത് നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലുള്ള ഒഴുക്കാണ്. പ്രത്യേകിച്ചും ഒന്ന് വീട് നിർമ്മാണത്തിന്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ എല്ലാ ഭാര്യമാർക്കും വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ വീട് അടി മണലാണ്. അതിൻ്റെ മേൽപ്പുര ഒരു കമ്പിളി പുതപ്പാണ്. അതിൻ്റെ ചുമര് ഈത്തപ്പനയുടെ ഓല കൊണ്ടിങ്ങനെ അടുക്കി വെച്ചതാണ്. അതിൽ കിടക്കാനുള്ള കട്ടിൽ ഈത്തപ്പനൻ്റെ നാരുകൊണ്ട് മുടഞ്ഞതാണ്. തലേണ ഈത്തപ്പഴത്തിൻ്റെ കുരു നിറച്ചു വെച്ചതാണ്. അങ്ങനെയാണ് റസൂലുള്ള. അതിൽ കത്തിക്കാനുള്ള ഇന്ധനം ഒട്ടകത്തിൻ്റെ ചാണകം ഉണക്കിയതാണ്. വളരെ പരിമിതമായി ജീവിച്ച് റസൂലുള്ള മരിച്ചുപോയി. അപ്പം നമ്മളൊരു അക്കാലത്ത് അതൊക്കെ മതിയേനിന്നറിയും. ഇക്കാലത്തൊരു വീടാവണമെങ്കിൽ ഒരു 1500 സ്ക്വയർ ഫീറ്റെങ്കിലും ഇല്ലെങ്കിൽ ഒരു വീടാവില്ല ആളുകൾക്ക്. അതിനുള്ള വരുമാനമുണ്ടോ? അതൊട്ടില്ല താനും. കാരണം ഈ 5 ലക്ഷവും 6 ലക്ഷവും ഇപ്പോൾ വീടിന് വേണ്ടി പണം എടുക്കണമെന്നുണ്ട്. ഈ 6 ലക്ഷം ഇല്ലാത്തതുകൊണ്ടാണല്ലോ. 6 ലക്ഷം ഉണ്ടെങ്കിൽ ലോൺ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഈ 6 ലക്ഷം അടച്ചു തീരുമ്പോഴേക്ക് ചുരുങ്ങിയ ഒരു 18 ലക്ഷം ആവും. ഈ 6 ഇല്ലാത്ത ഒരാൾ എവിടുന്ന ഈ 18 ലക്ഷം കൊടുക്കുന്നത്? 6 ഇല്ലാത്തത് കൊണ്ടാണല്ലോ അയാൾ എടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിൻ്റെ വസ്തുത. എന്നാൽ ഒന്ന്, അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് നമ്മളെ വീട് നിർമ്മാണമാണ് നമ്മളെല്ലാം താളം തെറ്റിക്കുന്നത്. 2 കല്യാണമാണ്. കല്യാണം ഒന്ന് കളറാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടിലുള്ള അവസ്ഥ.
2 തരം ചോറ് വേണം, പിന്നെ വെൽക്കം ഡ്രിങ്ക്സ് അങ്ങനെ വേണം, വരുമ്പോൾ ഒരുപാട് കട്ടൻ ചായ, പലതരം കട്ടൻ ചായ, അങ്ങനെ പല ഐറ്റംസിൽ പണം. ഇപ്പോൾ ഒക്കെ ആത്മീയ നേതാക്കന്മാർ എന്നൊക്കെ പറയുന്ന പോലെ കല്യാണമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ കഴിഞ്ഞ ആഴ്ച ആത്മീയ നേതാവിൻ്റെ കല്യാണത്തിന് 12,000 ആളുകളാണ്. ആലോചിച്ച് നോക്കൂ. പിന്നെ ആരെ മോശമാക്കാൻ പറ്റുക? എന്നിട്ട് അതിൻ്റെ കമൻറ്റിലുണ്ട് ഓരോ ചോദിക്കുക, ഇയാൾക്ക് എന്താ പണി, ഇയാൾ എന്ത് ബിസിനസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ കല്യാണം നടത്തിയത്? അതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. അതൊക്കെ ചോദിക്കുന്നവർ ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ സമൂഹത്തിൽ കല്യാണങ്ങൾക്കാണ് പണം കണ്ടമാനം ചെലവാക്കുന്നത്. മറ്റൊന്ന്, മൂന്നാമത്തത് വീടിൻ്റെ പോർച്ചിലൊരു കാറ് വേണം എന്നുള്ളതിൽ ഇപ്പോൾ ആർക്കും തർക്കമല്ല. പക്ഷേ കാറാവണമെങ്കിൽ എത്ര ലക്ഷം വേണം? സാധാരണ ഒരു കാറൊന്നും പോർച്ചിൽ നിർത്താൻ മക്കൾ സമ്മതിക്കൂല. അപ്പോൾ ലോൺ എടുക്കും. ഈ കാറ് ആവശ്യമാണോ, അത്യാവശ്യമാണോ, അനാവശ്യമാണോ? ആ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയിൽ ഇവിടെ ജീവിക്കണ്ടേ. പിന്നെ പണം പോകുന്നൊരു വഴി മക്കളുടെ വിദേശ പഠനമാണ്. 40 ലക്ഷം 50 ലക്ഷമൊക്കെയാണ് ലോൺ എടുക്കുന്നത് ആസ്ട്രേലിയയിൽ, ഇറ്റലിയിൽ, ജർമ്മനിയിൽ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയും അതൊക്കെ ഒരു 6 മാസം കഴിയുമ്പോഴേക്കും അവിടുന്ന് ജോലി കിട്ടിയോ അങ്ങോട്ട് പൈസ അയക്കും, അതോ അടച്ചോളും. അവസാനം ചിലപ്പോൾ എന്ത് ചോദിച്ചോ ഇങ്ങോട്ട് വരണമെങ്കിൽ പൈസ വാപ്പ അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ടി വരും. ചിലതൊക്കെ കുൽക്കുഞ്ഞുപ്യമായി തിരിച്ചിങ്ങോട്ട് പോരും. ഈ 40 ലക്ഷം സേർ എന്നൊക്കെ വിളിക്കും നമ്മൾ ലോണിന് ചെല്ലുമ്പോൾ. പിന്നെ ലോണ് തിരിച്ചടവില്ല, ഞാൻ സേർ വിളിയൊന്നും ഉണ്ടാവില്ല, പിന്നെ ജപ്തിയാണ് ഉണ്ടാവുക. എന്നിട്ട് എന്ത്, എത്ര വീടുകൾ വിറ്റുപോയി നമ്മുടെ നാട്ടിൽ. വീടുണ്ടാക്കാൻ വേണ്ടി ലോണെടുത്ത് ലോണ് തിരിച്ചടക്കാൻ കഴിയാതെ ജപ്തിയായി, അവസാനം വീട് ലേലത്തിന് വെക്കുന്നത് സ്ഥിര കാഴ്ചകളായി മാറുകയാണ്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച വീടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒറ്റ സംഭവം കൂടി പറഞ്ഞാൽ നമുക്ക് വ്യക്തമാവും. ബനൂ ഖുറൈള ഗോത്രത്തെ അവിടെ നിന്ന് പറഞ്ഞയച്ചപ്പോൾ മുസ്ലിങ്ങൾക്ക്, പ്രത്യേകിച്ച് റസൂലുള്ളാഹിക്ക് നല്ല കാശ് കിട്ടി. സമ്പത്ത്, ബനൂ ഖുറൈള ഗോത്രക്കാരുടെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് കിട്ടി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 4 ഭാര്യമാരേ ഉള്ളൂ. സൗദ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഈ 4 ഭാര്യമാരും പറഞ്ഞു നബിയോട്, നബിയെ ഇതുവരെ നിങ്ങൾ ചെലവിന് ഞങ്ങൾക്ക് തന്ന് മതിയായിട്ടല്ല, പക്ഷെ നിങ്ങൾ ഇല്ലാഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ സഹിച്ചു പോയതാ. ഇപ്പം നിങ്ങളടുത്ത് പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെലവ് വർദ്ധിപ്പിച്ച് തരണം, ഞങ്ങൾക്ക് കുറച്ചുകൂടി ജീവിത സുഖം നൽകണം. ന്യായമായ ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന പരിമിതമായത് മാസം കൊണ്ട് ഒക്കുന്നില്ല. ഇപ്പം നബിയുടെ അടുത്ത് ബനൂ ഖുറൈളക്കാരുടെ കാശ് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് അല്ലാഹു തആല ആയത്തിറക്കി. നബി അവരോട് മറുപടി ഒന്നും പറഞ്ഞില്ല. നബി പറഞ്ഞു, ഈ കാശ് നിങ്ങൾക്കുള്ളതല്ല, എൻ്റെ അടുത്ത് വന്ന കാശ് മുസ്ലിങ്ങളുടെ പൊതു ഫണ്ടാണ്. മുസ്ലിം സമൂഹത്തിലെ പെട്ട ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ പരിഹരിക്കാനുള്ളതാണ്, അല്ലാതെ നബി കുടുംബത്തിനുള്ളതല്ല. പക്ഷേ നബി പൈന്ന് ചെലവഴിച്ചാൽ ഇപ്പോൾ നബിനെ ചോദ്യം ചെയ്യാനൊന്നും ആരും ഇല്ലല്ലോ. ആ എന്തിനാ ഇപ്പം നിങ്ങളെ കൊടുത്ത് നിങ്ങളെ ഭാര്യമാർക്ക് അതിന്ന് കൊടുക്കേണ്ടിയൊന്നും ആരും ചോദിക്കൂല. പക്ഷെ അള്ളാഹ് ആയത്തിറക്കിയിട്ട് പറഞ്ഞു, യാ അയ്യുഹൻ നബിയു, നബിയെ കുല്ലി അസ്വാജിക്, നിങ്ങൾ നിങ്ങളെ ഭാര്യമാരോട് പറയണം, ഇൻ കുൻതുന്ന തുരീദ്നൽ ഹയാത്ത ദുനിയാ വസീനതഹ, നിങ്ങൾ ഈ ദുന്യാവും അതിലെ പ്രൗഢിയും അതിലെ പത്രാസും ഒക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഫതആലൈന, നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നോളേ. എന്നിട്ടോ ഉമത്തി ഉക്കുന്ന, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന മത്താവ് തരും. വൗസരിഹുക്കുന്ന സറാഹൻ ജമീല, എല്ലാവരും തലാക്കലി വിട്ടുതരാം. എന്നെ കൊണ്ട് ഇതേ തരാൻ കഴിയും. ഇത് സഹിച്ചും ക്ഷമിച്ചും നിങ്ങൾക്ക് നിൽക്കാൻ കഴിയോ, നിങ്ങൾ നിൽക്കുക. അല്ലെങ്കിൽ
ഭംഗിയായി നിങ്ങളെ തലാക്ക് ചൊല്ലിയിട്ട് ഏതെങ്കിലും സമ്പന്നന്മാർ നിങ്ങളെ കല്യാണം ചെയ്ത് നിങ്ങൾക്ക് സുഖമായി ഭൂമിയിൽ നല്ല ജീവിതം ഉണ്ടാവും. അങ്ങനെ പോവാം. ഒരു കാര്യം കൂടി അല്ലാഹ് പറഞ്ഞു, വൈൻ കുൻതുന്ന തുരിദുന അല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ദീനും വദ്ദാറൽ ആഖിറ, പരലോകവും, അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകും എന്നും സൂചിപ്പിച്ചു. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വിശപ്പ് കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരവസ്ഥ ചിന്തിക്കാനേ കഴിയാത്ത ദരിദ്രമുക്ത സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഗവൺമെൻറ്റിൻ്റെ രേഖ വെച്ചുകൊണ്ട് ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്നാണല്ലോ പറഞ്ഞത്. അതിദരിദ്രരില്ല എന്ന് പ്രഖ്യാപനമൊക്കെ നടത്തിയ സ്റ്റേറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാസങ്ങളോളം വീട്ടിൽ തീയില്ലാതെ, എന്നാൽ തീ കൂട്ടേണ്ട ആവശ്യമില്ലാതെ കാരക്കയും പച്ചവെള്ളവും കുടിച്ച് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. അപ്പം അത്തരത്തിൽ മിതത്വം ഇല്ലായ്മയും വല്ലായ്മയും കഷ്ടിച്ചും ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒറ്റ സംഭവം കൂടി നമ്മളെ മനസ്സിലേക്ക് വരണം. രാത്രി ഉറക്കം വരാതെ, ഇപ്പം രാത്രിയൊക്കെ നന്നായിട്ട് ചോറൊക്കെ തിന്ന് കടന്നുറങ്ങുന്ന മനുഷ്യന്മാർക്ക് ചോറ് തിന്നാൻ ഞാൻ ഉറക്കം വരില്ല. ഓലിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. നമ്മളെ നാട്ടിൽ തന്നെയുള്ള അവസ്ഥയാണ്. അപ്പോൾ റസൂലുള്ള ഉറക്കം വരാതെ ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങി, മദീനയ്ക്ക് ഇങ്ങനെ ഇറങ്ങി. അപ്പോഴുണ്ട് അബൂബക്കർ സിദ്ദീഖും ഉമർ റളിയല്ലാഹു അൻഹും ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ റസൂലുള്ള ചോദിക്കുന്ന ചോദ്യമുണ്ട്, അല്ല ഈ സമയത്ത്, കാരണം നിസ്കരിക്കാൻ പള്ളിക്ക് ഇറങ്ങേണ്ട സമയമല്ലല്ലോ ഇപ്പോൾ, യമ്മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സാ, ഈ സമയത്ത് എന്താണ് ഞങ്ങൾ രണ്ടാളും പുറത്തേക്ക് ഇറങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ വളച്ചുകെട്ടില്ലാതെ അവർ പറഞ്ഞു, വിശന്നിട്ട് ഉറക്കം വരാഞ്ഞിട്ട് ഇറങ്ങിയതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, എന്ന് പടച്ച റബ്ബാണേ സത്യം, ഞാനും വിശന്നിട്ട് ഇറങ്ങിപ്പോന്നതാണ് എന്ന്. എന്നിട്ട് ഈ മൂന്നാളും കൂടി ഇങ്ങനെ നിന്നു. പരിഹാരമാണല്ലോ വിശപ്പിന്. നമ്മളിവിടുത്തെ തട്ടുകട സജീവമായിട്ടുണ്ടോ, കാശ് കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ നോക്കില്ലല്ലോ. റസൂലുള്ള അബൂ അയ്യൂബ് അൻസാരിൻ്റെ വീട്ടിലേക്ക് ആ മൂന്നാളും കൂടി പോകുന്നത്. പണ്ട് റസൂലുള്ള മദീനയിൽ ചെന്നപ്പോൾ താമസിച്ചത് ഈ അൻസാരിൻ്റെ വീട്ടിലാണ്. ആ ഒരു ബന്ധവും സ്നേഹവും വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാ ചെല്ലുന്നത്. ചെന്ന് അവിടെ ചെന്ന പാടെ വലിയ മഹാന്മാരായ 3 ഗസ്റ്റുകളെ ആ റസൂലുള്ളക്ക് അല്ല ഇദ്ദേഹത്തിന് കിട്ടുന്നത്. റസൂലുള്ളയും സിദ്ദീഖുൽ അക്ബറും ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഒരാടിനെ അറുത്ത് സൽക്കാരം ഉണ്ടാക്കാൻ തീരുമാനിക്കും റസൂൽ. വയ്യാക്കും വൽ ഹലൂം, കറവുള്ളതിനൊന്നും പിടിച്ച് അറുക്കല്ലേ, ധൃതി കൂട്ടിയാണ്ട്, കറവില്ലാത്തതിന് അറുത്താൽ മതി. ആ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ ആ ആട്ടുകറിയിൽ നിന്നൊരു കഷ്ണം റൊട്ടിയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് റസൂലുള്ള പറയുന്നുണ്ട്, അബൂ അയ്യൂബ് അൻസാരിൻ്റെ ഭാര്യനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അബൂ അയ്യൂബ്, ഉമ്മു അയ്യൂബ്, ഇതൊന്നിൻ്റെ മകൾ ഫാത്തിമാക്ക് കൊടുക്ക്. മാസങ്ങളായി ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഭക്ഷണം കണ്ടിട്ട്, ഒരു കറിയും റൊട്ടിയും കണ്ടിട്ട് മാസങ്ങളായി. ഇത് തിന്നിട്ടുണ്ട് ഇറങ്ങിപ്പോകണമെങ്കിൽ എൻ്റെ മകൾ അവിടെ ഇപ്പം വിശപ്പ് സഹിച്ച് നിൽക്കുകയാണ് പറഞ്ഞിട്ട് ഫാത്തിമ ബീവിക്ക് ഒരു കഷ്ണവും ഒരു റൊട്ടിയും കൂടി കൊടുത്തയക്കുന്നുണ്ട് ഉമ്മു അയ്യൂബിൻ്റെ കൈവശം. ഞാൻ സൂചിപ്പിക്കുന്ന എന്താ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്കിപ്പോൾ വയല് പറയാനുള്ളതാണ്. അങ്ങനത്തെ കഷ്ടപ്പാടുകളൊന്നും ഇപ്പോൾ ആളുകൾക്ക് സഹിക്കാനേ കഴിയില്ല. നമ്മൾ ജീവിക്കുന്നതിനനുസരിച്ച് എങ്ങനെയും കാശുണ്ടാക്കിയും, അതുകൊണ്ടാണ് കാശുണ്ടാക്കുന്നിടത്താണ് ഹലാലും ഹറാമും നോക്കാതെ മതത്തിനെതിരാളുകൾ ചെയ്യുന്നത്. അല്ലാഹ് പറഞ്ഞല്ലോ, വലാ തുബദ്ദിർ തബ്ദീറൻ, വാരി വദറി പണം കളയരുത്. അങ്ങനെ ദൂർത്ത് കാണിക്കുന്ന മനുഷ്യന്മാർ കാനു ഇഖ്വാന ശയാത്തീൻ, പിശാചിൻ്റെ കൂട്ടുകാരാണ് കേട്ടോ എന്നും പറഞ്ഞു. എന്ന ഒരു കാര്യം കൂടി അല്ലാഹ് പറഞ്ഞു, എന്ത്? വലാ തജ്അൽ യദക മഅലൂലതൻ ഇലാ ഉനുഖിക്, കൈ പെരടിയിൽ കെട്ടിയിട്ട് ഒരു പൈസയും ചെലവഴിക്കാതെ പിശുക്കി അങ്ങനെയും ജീവിക്കണ്ട. മാന്യമായി അന്തസ്സായി ആരുടെ മുമ്പിലും കടമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ തല ഉയർത്തി
അഭിമാനത്തോടെ ജീവിക്കാനാണ് ഈ ജീവൻ നൽകിയത് റബ്ബാണ്. ആ റബ്ബ് ഈ ജീവിതം താളം തെറ്റാതെ മുന്നോട്ട് പോകാനുള്ള വഴികൾ പഠിപ്പിച്ചതാണ് ശരീഅത്ത്. ആ ശരീഅത്തനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതം സ്വസ്ഥമാണ്, ശാന്തമാണ്, സമാധാനത്തോടെ പടിയിറങ്ങാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.